ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. ഇവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ആര് ജയിക്കുന്ന ചേട്ടൻ്റെ? രാഹുൽ ഗാന്ധി ജയിക്കുമെന്നുള്ളതാണ്. നല്ല ഭൂരിപക്ഷത്തിൽ, ഏറ്റവും നല്ല ഭൂരിപക്ഷം, കേരളത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും. ഈ നാട്ടിലേക്ക് പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടോ? അങ്ങനെ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ആനി രാജയുണ്ട്, ദേശീയ നേതാവ്, അതുപോലെ കെ സുരേന്ദ്രനുണ്ട്. ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, വയനാട്ടിൽ ഒരിക്കലും ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നില്ല. എന്നുവെച്ചാൽ ആര് വന്നാലും അവർ രണ്ടുപേര് പിടിക്കുന്ന വോട്ടിനെക്കാട്ടി കൂടുതൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷത്തിൽ വർധന ഉണ്ടാവുമോ? വർധന ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പിന്നെ റോഡ് ഷോയ്ക്കൊക്കെ കടന്നു വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അതനുസരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് തോമസ്. ഇവിടെ ഇലക്ഷൻ്റെ ഇതൊക്കെ ആയോ? രാഹുൽ ഗാന്ധി ഉണ്ട്, സുരേന്ദ്രനുണ്ട്, അതുപോലെ ആനി രാജയുണ്ട്. ആര് ജയിക്കുന്നത് തോന്നുന്നേ? താമര ജയിക്കും അല്ലേ? മോദി അധികാരത്തിൽ വരണം. മോദിൻ്റെ അധികാരത്തിൽ വരണം. അന്നലല്ലേ ഞങ്ങൾക്കൊക്കെ സഹായം ചെയ്യുള്ളൂ. പെൻഷന്, വീടിന് അല്ല. എന്ത് വീട് ഞാൻ എഴുതി കൊടുത്തിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല. അതെന്ത് ചെയ്യാനാ? പൈസയൊന്നും വന്നിട്ടില്ല. അത് പോയി ചോദിക്കുമ്പോൾ പറയാം. അതിനെ പൈസയൊക്കെ എന്തെങ്കിലും തീരുമാനിക്കണമെന്ന് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തവണ വോട്ട് മോദിക്ക് തന്നെ താമരയിൽ വെക്കുന്നത്. പേരെന്താ അമ്മേൻ്റെ? ശാന്ത. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ജനഹിതം അറിയാൻ മലനാട് ചാനലിൻ്റെ നാട്ടിലോട്ട് പ്രയാണം തുടരുകയാണ്. ഇപ്പോഴുള്ളത് നടവയിലെ നെല്ലിയമ്പത്താണ്. നമ്മോടൊപ്പം കുറച്ച് ചേട്ടന്മാരുണ്ട്, മുതിർന്ന പൗരന്മാരാണ്. അവരോട് ചോദിക്കാം, ഇലക്ഷൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? എത്തവണ ആര് ജയിക്കും? നമുക്കറിയത്തില്ല. വോട്ട് ചെയ്യുന്നുണ്ടോ ഇത്തവണ? വോട്ട് ചെയ്യണോ? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയി. നാട്ടിലേക്ക് വലിയ ഫ്ലക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വികസനമൊക്കെ എത്തിയായിരുന്നു? ഈ കണ്ടതൊക്കെ എത്തിയല്ലേ. ഈ റോഡ് പണി, ബാലവാടി, അങ്കണവാടി എല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. തവണ വീണ്ടും രാഹുൽ ഗാന്ധി വരുമോ? രാഹുൽ ഗാന്ധിനെ വരുള്ളൂ. വേറെ ആര് വരാനാ? 3 അയാൾ തന്നെ വരുള്ളൂ. വേറെ ആരും വരില്ല. ഇപ്പോൾ ആനിരാജ ദേശീയ നേതാവാണ്, അതുപോലെ കെ സുരേന്ദ്രൻ വലിയ ശക്തനായ നേതാവാണെന്നൊക്കെ പറയുന്നു. സുരേന്ദ്രൻ പിന്നെ ഗണപതി സുരേന്ദ്രനാണ്. അതുകൊണ്ട് ആ ഞമ വേണ്ടവനെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. എന്താ പറയുന്നത്? അതോനക്കല്ലേ അതിന് അവൻ ജയിച്ചിട്ട് വേണ്ട ആക്കണമെങ്കിൽ. വേറെയുള്ള ആൾക്കാരൊക്കെ മരിക്കാൻ വേണ്ട അവിടെ. അഭിപ്രായം അത് തന്നെയുള്ളു. കാരണം വെച്ചാൽ വയനാട്ടുകാരെല്ലാ പ്രശ്നങ്ങളും തീരുമോ ഗണപതി വട്ടമായതുകൊണ്ട്? ഗണപതി വട്ടമാണല്ലോ ആക്കി. അതെ, ബത്തേരിൻ്റെ പേര് മാറ്റിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുകയാണെങ്കിൽ ആദ്യം തന്നെ അതല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എം പിമാരൊക്കെ ചെയ്യേണ്ട കേസതല്ലേ? പേരുണ്ട്. അത് തന്നെ അതിൻ്റെ അർത്ഥം. കാരണം വെച്ചാൽ ഇവിടെ ഒന്നും നോക്കാനില്ല. ഇനി രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ലെങ്കിലും പിന്നെ ദേശീയ നേതാവാണ്, വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ഇവിടെ വന്നില്ലെങ്കിലും 100% രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഇവിടെ. വേറെ ആരുമില്ല. അനിരാജനെയൊക്കെ പേര് കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളെ ആളെ കണ്ടിട്ട് തന്നെ ഇല്ല. ഈ നാട്ടിലേക്ക് അനിരാജൻ്റെ പ്രചരണം എത്തിയില്ല. ഇല്ല, എത്തിയിട്ടില്ല. നമ്മളാളെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പേര് കേട്ടു എന്നല്ലാതെ വയനാട്ടിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ആളാണ്. എറണാകുളത്തിൻ്റെ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനുള്ളൂ? വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UDF തന്നെ വിജയിക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലൊരു ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളത് തന്നെ പറഞ്ഞു. ഏതാണ് പറയാനുള്ളത്? കുറച്ച് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ലുഡ കളിക്കുന്ന ഒരു നിർത്തി വന്നാണ് നമുക്ക് പറയും. രാഹുൽ ഗാന്ധിൻ്റെ ആളാണോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? ഈ കാലത്ത് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ ഗാന്ധി. അതിൽ കുറഞ്ഞ് ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകി UDFനും അത് കോൺഗ്രസിൻ്റെ കൈകളിൽ ഇന്ത്യയെ തിരിച്ചേൽപ്പിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള ചോദ്യം വലിയൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ മുഖമായ രാഹുൽ ഗാന്ധി ഒരു വലിയ പോരാട്ടം തന്നെ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ 100% പങ്കാളികളാണ്. രാഷ്ട്രീയ നേതാവാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല, ഒരു മതേതരമായിട്ടുള്ള വിശ്വാസിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷ എന്താ? ഇന്ത്യ മുന്നണി ഒരു പക്ഷേ ഈ ഫാസിസത്തിൻ്റെ വലിയ അതിക്രമത്തിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ആളുകളും അത് BJPയുടെ ദുർഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെ, ഇപ്പം ഇലക്ട്രിക് ബോണ്ട് കോടാനുകോടി രൂപയാണ് ഈ ഒരു BJPയുടെ ഇതിലുള്ളത്. അപ്പോൾ അതിനൊക്കെ അട്ടിമറിക്കാൻ ഇന്ന് കോൺഗ്രസിനെ കഴിയുള്ളൂ. കോൺഗ്രസ് പിന്തുണ നൽകുന്ന ഇന്ത്യ മുന്നണി വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കിലൊന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യ മുന്നണി
അധികാരത്തിൽ വരികയും ചെയ്യും. രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ശക്തമായിട്ട് ഒരു 5 ലക്ഷം ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഒളിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നുള്ള ശുഭപ്രതീക്ഷയുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട് ജനങ്ങൾ. ബി ജെ പിൻ്റെ ഈ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയാണ് സത്യത്തിൽ. ഗ്യാസിൻ്റെ വിലയായാലും പെട്രോളിൻ്റെ വിലയായാലും എല്ലാ മേഖലകളിലും. പിന്നെ 60 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽപ്പനയിലാണ്. വിറ്റിട്ട് ഇവർ ഉണ്ടാക്കുകയല്ല ചെയ്യണം, വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇവിടെ കേരളത്തിലും ഈ ഭരണത്തിനെതിരായ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായ ഒരു ജനവിധി ഇവിടെ ഉണ്ടാവും. 20-ൽ 20 സീറ്റും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ ആര് ജയിക്കും? വയനാട്ടിൽ 100% രാഹുൽ ഗാന്ധിനെ വിജയിക്കാനാണ് സാധ്യത. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ആ ദേശീയ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് CPIൻ്റെ ദേശീയ തലത്തിൽ പ്രവചിക്കുന്ന ആനിരാജ നിൽക്കുന്നത് തന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായം മക്കൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ത്യൻ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭരണം ഭൂരിപക്ഷ പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഇന്ന് വളരെയധികം ജനവിരുദ്ധമായ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മാത്രം എല്ലാ മേഖലയിലും പെട്ട വിഭാഗങ്ങളുടെയും വളരെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും കേന്ദ്രത്തിൽ ഇന്ന് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണഘടനാ വിരുദ്ധ മതേതര വിരുദ്ധ സർക്കാരിനെതിരെയുള്ള ഒരു വിധി എഴുത്തായിരിക്കും കേരളത്തിലുണ്ടാകുക എന്നാണ് എനിക്ക് പറയുന്നത്. അതാണ് ഓരോരുത്തരുടെ അഭിപ്രായം കേൾക്കാൻ നമുക്കിവിടെ 1-2 പേരുകൂടി ഉണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു കോട്ടയാണെന്ന് തോന്നുന്നു. എന്തുണ്ട് ഇലക്ഷൻ്റെ ട്രെൻഡ് പറയും? നല്ല ട്രെൻഡാണ്, നല്ല ഉഷാറാണ്. തവണ ആര് ജയിക്കുന്നത് തോന്നുന്നു? രാഹുൽ ഗാന്ധി. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു. ചൂട് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചേട്ടനുണ്ട്. പുള്ളിയോട് ചോദിച്ചോളാൻ പറഞ്ഞു. ഇവിടെ തന്നെ ചോദിക്കാം. എന്താണ് ഇലക്ഷൻ്റെ ട്രെൻഡ്? അല്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. വോട്ട് ചെയ്യും. ഇത്തവണ എല്ലാ പാർട്ടിക്കാരും ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടൊക്കെ ആയോ? തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിൻ്റെ കെമിസ്ട്രി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിരാജ പിന്നെ രാഹുൽ ഗാന്ധിനെ അവിടെ പ്രൈം മിനിസ്റ്റർ ആക്കാന്ന് പറയുന്നതിനോട് കൂടി ഇവിടെ ആനിരാജ രാഹുലിനെതിരായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എവിടേക്കാണ് ഈ പോകുന്നുള്ളത് മനസ്സിലായി പിടികിട്ടാത്ത അവസ്ഥയുണ്ട്. പറയൂ, എന്താണ് ഒരു ട്രെൻഡ്? ഒറ്റവാക്കി പറഞ്ഞോളൂ. ഇലക്ഷൻ എന്ത് തോന്നുന്നു? എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മുടെ നെല്ലിയമ്പത്ത് നിന്നുള്ള വിശേഷങ്ങളാണ് തുടരുന്നത്. 1-2 പേരൂടെ അവിടെ ഉണ്ട്. അവരെ നമുക്കൊന്ന് എന്ത് തോന്നുന്നു? തവണ ആര് ജയിക്കും? രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു തവണ കൂടി തെരഞ്ഞെടുക്കാം എന്ന് തോന്നുന്നു? അവിടേക്ക് വികസനമൊക്കെ എത്തിയോ? അല്ലെങ്കിൽ ദേശീയ നേതാവെന്ന തലത്തിലാണോ? എങ്ങനെയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ്? ദേശീയ നേതാവ് ഒരു മാറ്റം വരേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതും രാഹുൽ ഗാന്ധി ജയിക്കുന്നു. വയനാട് മണ്ഡലത്തിൽ ഒരു ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നു? ഇല്ല, അങ്ങനത്തെ മത്സരം പ്രതീക്ഷിക്കുന്നില്ല. മത്സരം സിമ്പിളായിട്ട്. ഇവിടെ 2 പേരുണ്ട്. ഭയങ്കര ചർച്ചയിലാണ്. രാഷ്ട്രീയം അല്ലെന്ന് തോന്നുന്നു. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? രാഹുൽ ഗാന്ധി ജയിക്കും. ഇന്നത്തെ ഈ കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് രാഹുൽ ജയിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 10 വർഷം മോദിയുടെ ഭരണം ഇന്ത്യ ഭിന്നിപ്പിച്ചിട്ട് ഉള്ള ഒരു ഭരണ കാഴ്ചവെക്കുന്നു. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. ഈ രാഹുലിനെ പോലത്തെ ആളുകൾ വന്നിട്ട് രാജ്യത്തിനെ ഒരുമിപ്പിക്കാന്നുള്ള ഇതിലാണ്. അത് വയനാടും രാഹുലിൻ്റെ കൂടെ. പിന്നെ രാഹുലിനെ സംബന്ധിച്ച് ചിലവരൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. 543 സീറ്റിൽ എവിടെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാമോ? മോദിക്ക് മത്സരിക്കാം അല്ലേ? അതാർക്കും ഇല്ലല്ലോ. കേരളം എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽപ്പെട്ട അല്ലല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും വയനാട്ടുകാർക്കൊന്നും അഭിമാനിക്കാം. വയനാട്ടിൽ നിന്ന് ലോകമായിട്ട് അറിയപ്പെട്ടല്ലേ ഒറ്റ കാരണം. നാട്ടിലോട്ട് നടവയിലെ കാവടത്താണുള്ളത്. നമുക്ക് ഇലക്ഷൻ്റെ ട്രെൻഡ് എന്താണെന്ന് അറിയാനുള്ള ശ്രമമാണ്. ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട്. വലിയ പണിയിലാണ്. എന്നാലും ഒരു മിനിറ്റ് ചേട്ടാ. ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് ട്രെൻഡ്? ആര് ജയിക്കുന്നത് തോന്നുന്നത്? തീർച്ചയായിട്ടും LDF തന്നെ വരും. എന്തുകൊണ്ട്? ആനിരാജ വന്നിരിക്കുന്നു. ശക്തമായ മത്സരമുണ്ടോ? ശക്തമായ മത്സരമല്ലേ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധിനെ സംബന്ധിച്ചിടത്തോളം ആളും കൂടി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു MP എന്ന നിലയ്ക്ക് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ത്രികോണ മത്സരമുണ്ടോ? ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും കെ സുരേന്ദ്രൻ വന്നതിലുള്ള സുരേന്ദ്രൻ്റെ ആ തരംഗമൊന്നും അങ്ങനത്തെ തരംഗേ ഇല്ല. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല.
സുരേന്ദ്രൻ എന്നുള്ളൊരു മൂന്നാമത്തെ ഒരു സ്ഥാനാർത്ഥി എന്നൊരു ചാൻസ് പോലും ഇല്ല ഇവിടെ മത്സരം രാഹുൽ ഗാന്ധി ആനി രാജയായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ഒരു കർഷക തൊഴിലാളിയാണ്. ചേട്ടാ തിരക്കുള്ള പണിയിലാണോ? മുഖം ഒന്നും ഇങ്ങോട്ട് കാണിച്ചേ. ഇവിടെ ആരാ ജയിക്കാന്നൊന്ന് പറഞ്ഞേ. ഇപ്പോൾ LDF തന്നെ ആയിരിക്കും. കുറച്ച് അടുത്തേക്ക് വരൂ. LDF തന്നെ ആയിരിക്കും. വോട്ട് ചെയ്യല്ലേ എല്ലാ വർഷവും? ഉണ്ട്. ഉണ്ട്. LDF ജയിക്കും. LDF ആനി രാജേൻ്റെ ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. ഒരാൾ മാറിക്കുന്നുണ്ട്. ഇവിടെ എന്താ ട്രെൻഡ്? ആര് ജയിക്കുന്നത് തോന്നുന്നത്? രാഹുൽ ഗാന്ധി എന്തായാലും ജയിക്കും. രാഹുൽ ഗാന്ധി ജയിക്കും. 3 പേരും ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. സത്യം രാഹുൽ ഗാന്ധിയെ ജയിക്കൂ, ഉറപ്പ്. അതാണ്. അപ്പോൾ ഇവിടെ 2 ചേട്ടന്മാരിക്കുന്നുണ്ട്. ഒരു മുതിർന്ന ചേട്ടനുണ്ട്. ഇവിടെ എന്താണ് ട്രെൻഡ്? രാഹുൽ ഗാന്ധി ആണോ, ആനി രാജയാണോ, കെ സുരേന്ദ്രനാണോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജഗബോഗയ്ക്ക് ആളുകളൊക്കെ വന്നിരുന്നോ? അത് പ്രചരണമൊക്കെ ഇവിടേക്ക് എത്തിയായിരുന്നോ? എല്ലാവരും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇതിൽ ആര് വന്നാലാണ് നമുക്ക് സാധാരണക്കാർക്ക് ഗുണമുണ്ട് എന്ന് തോന്നുന്നത്? എനിക്കിപ്പോൾ ഞാനൊരു ആദിവാസി എന്ന നിലയിൽ ഏത് സർക്കാർ വന്നാലും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നാൾ എനിക്കെടുത്ത് പറയാൻ പറ്റില്ല. എൻ്റെ പേര് കാവലൻ. കാവടം കോളനിയിലെ കാവലൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ആര് വന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അദ്ദേഹം തൃപ്തനാണ്. അങ്ങനെയാണ് പറഞ്ഞത്. കടേൻ്റെ ഓണറുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? എന്താ ഇപ്പം ഇലക്ഷനൊക്കെ ആയല്ലോ. രാഹുൽ ഗാന്ധിയോ ആനി രാജയോ കെ സുരേന്ദ്രനോ ആര് വരും എന്നാ തോന്നുന്നത്? നമുക്ക് പറയാൻ പറ്റൂല. വോട്ട് ഉണ്ടല്ലോ അല്ലേ? എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാറുണ്ടോ? ഇതുവഴി വോട്ട് ചോദിച്ച ആളുകളൊക്കെ വന്നിരുന്നോ? പല ആൾക്കാരും വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. ട്രെൻഡ് മനസ്സിലായിട്ടില്ല. ഓക്കെ. പേര് യൂസഫ്. നാട്ടിലോട്ട് യാത്ര തുടരുകയാണ്. നടവയിലെ ചിറ്റാലൂർ കുന്നിലാണ് ഇപ്പോഴുള്ളത്. ഇവിടെ നമുക്കൊപ്പം കുറച്ച് ചേട്ടന്മാരുണ്ട്. ചെറിയൊരു കടയുടെ മുമ്പിലാണ്. പേര് പറയട്ടാ. എൻ്റെ പേര് ജിജോ. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? ആര് ജയിക്കുന്നു തോന്നുന്നത്? ഇവിടുത്തെ ട്രെൻഡിൽ മൊത്തത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും. പക്ഷേ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. എന്നാലും രാഹുൽ ഗാന്ധി ജയിക്കും. ഭൂരിപക്ഷം ഇച്ചിരി കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഈ ഒരു ഒഴിഞ്ഞ മതിലൊക്കെ ഒരുപാട് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ശക്തമായ പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രചരണം നടത്തുന്നുണ്ട്. ശക്തമായ പ്രചരണം തന്നെയുണ്ട്. 3 പേരും നന്നായിട്ട് ശക്തമായ പ്രചരണമുണ്ട്. കഴിഞ്ഞ തവണത്തെ എത്ര ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്? 4 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു 2.5-3 ലക്ഷത്തിന് മുകളിൽ എന്തായാലും ഉണ്ടാവും. കുറയാൻ സാധ്യത കൂടുതൽ. സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ? സുരേന്ദ്രൻ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുള്ളി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒരു മന്ത്രി എന്നൊരു ചാൻസിൽ വരുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ശക്തമായ വോട്ട് മറിഞ്ഞു പോകാൻ സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം UDF കുറച്ച് BJP വോട്ട് മറിഞ്ഞു പോയായിരുന്നു. വേറെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളപ്പള്ളിയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ മറിയാൻ സാധ്യത കാണുന്നില്ല. പിന്നെ സുരേന്ദ്രൻ ആയതുകൊണ്ട്. അതുകൊണ്ട് അടുത്ത 2 ചേട്ടന്മാരുണ്ട്. എന്താ തോന്നുന്നത് ഇത്തവണ? ഈ പ്രാവശ്യം സുരേന്ദ്രൻ നല്ല റോട്ട് പിടിക്കും. നല്ല റോട്ട് പിടിക്കും. ജയിക്കാൻ സാധ്യത കുറവ്. എന്നാലും ഭൂരിപക്ഷം ഭൂരിപക്ഷം കിട്ടും. 1 ലക്ഷം കിട്ടിയ ഭാഗ്യം രാഹുൽ ഗാന്ധിക്ക്. വല്ലാണ്ട് കുറയും. ഒരു ഉറപ്പല്ല. ആനി രാജ മത്സരിക്കുന്നുണ്ട്. എന്ത് കിട്ടുമെന്ന് ഇപ്പം നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. ആനി 3ാം സ്ഥാനത്ത് പോകും. ആനി രാജ 3ാം സ്ഥാനത്ത് പോകും. അതാണ് ചേട്ടൻ പറയുന്നത്. 3ാം സ്ഥാനത്ത് ആനി രാജ. ഒരു സംശയമില്ലായിരുന്നു. ഓക്കെ. വേറെ ചേട്ടൻ കൂടി ഉണ്ട്. പറയൂ, എന്താണ് ട്രെൻഡ്? ഇവരൊക്കെ പറഞ്ഞേ ഉള്ളൂ. അത്ര തന്നെ പറയാനുള്ളൂ. അല്ല, ആര് ജയിക്കുന്ന തോന്നുന്നേ? അത് രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം എത്ര ഭൂരിപക്ഷം ഉണ്ടാവുമോ? സാധ്യത കുറവാണ്. അതാണ് ഒരു ട്രെൻഡ് ഇവിടെ തോന്നുന്നത്. ഇവിടെ പ്രചരണമൊക്കെ നല്ല ശക്തമായിട്ട് നടക്കുന്നുണ്ടോ? പ്രചരണമൊക്കെ ഉണ്ട്. ഒരുപാട് ബോർഡുകളും ഒക്കെ കാണുന്നുണ്ട്. പാർട്ടി ആളുകൾ ഇങ്ങനെ വോട്ട് ചോദിച്ച് പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ ഭാഗത്തേക്ക് വന്നിരുന്നു. സുരേന്ദ്രൻ വന്ന ഇവിടെ 21 കുടുംബങ്ങൾ BJP പോയി സ്വീകരണം ചെയ്ത്. ആനിരാജനെ നമുക്ക് നോക്കേണ്ട കാര്യം. രാഹുൽ ഗാന്ധി രാഹുലും ഇങ്ങോട്ട് വന്നിട്ടില്ല. മുതിർന്നൊരു ചേട്ടനുണ്ട്. പാലളക്കാൻ പോവാണ്. ക്ഷീരകർഷകനാണ്. നമസ്കാരം. പേര് പറ. ജോസഫ്. എന്ത് തോന്നുന്നു ഇത്തവണത്തെ ട്രെൻഡ്? ഈ പ്രാവശ്യം ഒന്നും തോന്നാനൊന്നുമില്ല. രാജീവ് ഗാന്ധി 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കും രാഹുൽ ഗാന്ധി. രണ്ടാമത് ആനിരാജ വരും. അപ്പോൾ 1 ലക്ഷം വോട്ട് കുറയും. 1 ലക്ഷം കുറയും. അതിന്റെ കാരണം എന്താ? അത് BJP അതുകൊണ്ടല്ല. BJP കുറെ വോട്ട് അതിനകത്ത് പിടിച്ചു പോകും. സുരേന്ദ്രന് കൊടുത്തോണ്ടിരുന്ന വോട്ട് തന്നെ BJP കുറെ പോകും. അതുകൊണ്ട് മാത്രം ഈ വരുള്ളൂ. അല്ലാതെ യാതൊരു വരവില്ല. BJP 3ാം സ്ഥാനത്തും ആനിരാജ 2ാം സ്ഥാനത്തും വരും. 1ാമതായി രാജീവ് ഗാന്ധി ജയിക്കുകയും ചെയ്യും. ജയം സുനിശ്ചിതമാണ്. അത് 99% ഓക്കെയാണ്.
ഞങ്ങൾ ആനിയുടെ പാർട്ടിയാണ്. പുള്ളിക്കാരി തന്നെ ജയിക്കും. രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കുന്നുണ്ട്, അതുപോലെ സുരേന്ദ്രനും ഉണ്ട്. ശക്തമായ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മത്സരമുണ്ട്. ഈ നാട്ടിൽ മൊത്തം ഭയങ്കര പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, നല്ല ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുണ്ട്. ആനിരാജ, എന്തുകൊണ്ട് ആനിരാജ? അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കുന്ന ആരാന്ന് ചോദിച്ചു, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. കൂടുതൽ രാഷ്ട്രീയം ഒന്നും പറയാനില്ല, പക്ഷെ അനിരാജ് ജയിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇവിടെ ഒരു ചേട്ടനുണ്ട്, പറയൂ, ആര് ജയിക്കുന്ന? എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ സുരേന്ദ്രൻ ജയിക്കും. സുരേന്ദ്രൻ ഈ നാട്ടിൽ ഈ ചിറ്റാലൂർക്ക് നടവൽ ഭാഗത്ത് ഭയങ്കര ഓളം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ സംഭവം? ഓളം ഉണ്ടാക്കിയെന്നോ? ഇവിടെ വന്നിരുന്നു, ഭയങ്കര ജഗബോഗ പ്രചരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഇത്തവണ ഒരു ടൈറ്റ് മത്സരം നടക്കും എന്ന് തോന്നുന്നു. നടക്കും, എന്തായിട്ട് നടക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനാണ് സാധ്യത? ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50,000 വോട്ടിന് ജയിക്കും, ചുരുങ്ങിയത്. നല്ല പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി സംഭവമെല്ലാം. ജനങ്ങളെല്ലാം നേരെ ഈ കോൺഗ്രസും മാർക്സിസ്റ്റും മാറി ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ജനങ്ങൾക്ക് തന്നെ വിശ്വാസമായി. അത് മാറ്റം വരും എന്തായിട്ട്. കേന്ദ്രത്തിലെ അവസ്ഥ എന്തായിരിക്കും? കേന്ദ്രം നല്ല കുഴപ്പമില്ല, മോഡി സാറ് തന്നെ വരിക്കും. അതാണ് അഭിപ്രായം. നമ്മുടെ കടയിലെ ചേട്ടനുണ്ട്, ആളോട് കൂടെ ചോദിക്കാം. പുള്ളി കുറച്ച് തിരക്കിലാണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് വരൂ. എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്? ആര് ജയിക്കും തോന്നുന്നു? ഇവിടെ LDF ജയിക്കാനാണ് സാധ്യത. ഭൂരിപക്ഷം പറയാൻ പറ്റില്ല, എങ്കിലും ഏകദേശം സാധ്യത. ത്രികോണ മത്സരം പറയാൻ പറ്റില്ല. ഇല്ല, LDF UDF തന്നെ മത്സരം. ഇവിടെ സുരേന്ദ്രൻ വന്നിരുന്നു, എല്ലാവരും വന്നിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നല്ല ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വന്നിട്ട് പറയൂ, ആര് ജയിക്കും? ജയിക്കും. നല്ല ശക്തമായ മത്സരം ഉണ്ടോ, അല്ലെങ്കിൽ എളുപ്പത്തിൽ പോരും? ശക്തമായിട്ട് മത്സരമുണ്ട്. സുരേന്ദ്രന്റെ ഒരു സാന്നിധ്യം എങ്ങനെ തോന്നുന്നു? ഒന്നും കേൾക്കൂല. ഒരു കാര്യം ചോദിക്കട്ടെ, സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാ? ഒന്നും ആക്കാനില്ല. അപ്പം ആനിരാജ ജയിക്കും. പേര് പറയട്ടോ. നാട്ടിലോട്ട് പ്രയാണം തുടരുകയാണ്. നടവയിലെ ചീങ്ങോട് എന്ന പ്രദേശത്താണ് ഇപ്പോഴുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആര് ജയിക്കുമെന്നാണ് ഒരു ട്രെൻഡ്? രാഹുൽ ഗാന്ധി ഉണ്ട്, ആനിരാജ, സുരേന്ദ്രൻ. ആര് ജയിച്ചാലും നമുക്ക് കണക്ക് തന്നെ, പിന്നെ എന്തിന്? അതെ, ആരെങ്കിലും ഒരാൾ ജയിക്കും, അതാണ് ഉത്തരം. എന്നാലും ഈ ഭാഗത്തേക്കുള്ള ഒരു ട്രെൻഡ് എന്താണ്? ട്രെൻഡ് രണ്ട് ആനിരാജയ്ക്കുണ്ട്, രാഹുലിനുണ്ട്. രാഹുലിനാണ് കുറച്ചും കൂടെ ഓഫ്. പ്രത്യേകിച്ച് MP മാരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്ത് ഗുണം? ഇവിടെ ഞങ്ങൾക്ക് ആനശല്യം കൊണ്ട് ഇവിടെ നിലക്കിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇവിടെ പോകണം. ഈ നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു കൃഷി ചെയ്താൽ ഒന്നും കിട്ടിയില്ല, ആനയും പന്നി. അതിനവർ വല്ല തീരുമാനം ഉണ്ടാക്കുവാണെങ്കിൽ നല്ല കാര്യമാണ്. രാഹുൽ ജയിക്കാനാണ് സാധ്യത. ചേട്ടൻ തോന്നുന്നു? രാഹുൽ ജയിക്കാനാണ് സാധ്യത. ആനിരാജ ഒരു ശക്തമായ കാൻഡിഡേറ്റ് ആണ്, അതുപോലെ തന്നെ K സുരേന്ദ്രനും മത്സര രംഗത്തുണ്ട്. എന്നാലും ആനിരാജയെക്കാളും സുരേന്ദ്രനേക്കാളും മുൻതൂക്കം രാഹുൽ ഗാന്ധിയാണ്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ത്രികോണ മത്സരമൊന്നുമില്ല. ഇല്ല, ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് വരുമായിരിക്കും, എന്നാലും ജയിക്കും. നാട്ടിലോട്ട് കേണിച്ചിറ ടൗണിലാണ് ഇപ്പോഴുള്ളത്. നമ്മളൊരു പണപ്പാടി അമ്മ ലക്കി സെന്ററിന് മുമ്പിലാണ്. ചേട്ടാ ഇത്തവണത്തെ ട്രെൻഡ് എന്താ? ആര് ജയിക്കുമായിരിക്കും? ജയിക്കാനിപ്പോൾ രാഹുലാണ്. എന്നുവെച്ചാൽ ഭൂരിപക്ഷം കുറയും. ഇത്തവണ മറ്റ് ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ത്രികോണ മത്സരം. ത്രികോണ മത്സരമാണ് ഇത്തവണ. നമ്മളെ വന്നാരം കൊണ്ട് ത്രികോണ മത്സരം. അതായത് അത് 3-ാം സ്ഥാനം പോകും. രാഹുൽ കഴിഞ്ഞ വർഷത്തെ അത്ര ഭൂരിപക്ഷം ഉണ്ടാവില്ല മാത്രം. ആനിരാജൻ്റെ ഒരു സ്ഥിതി ശക്തമായ മത്സരം. അത് മത്സരം ശക്തമായിട്ട് തന്നെ. ഞാൻ ആനിരാജൻ്റെ ആളാണ്, ഞാൻ കാര്യം പറയല്ല. പക്ഷെ നമ്മളൊരു സ്ഥിതി നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതായത് എന്തായാലും രാഹുൽ ജയിക്കാനും സാധ്യത. പിന്നെ ഭൂരിപക്ഷം
കുറയും. സുരേന്ദ്രൻ വന്നേരം കൊണ്ട് സുരേന്ദ്രൻ ഇത്തവണ വോട്ട് മറിക്കാൻ പറ്റില്ല. വോട്ട് കറക്റ്റ് കൊടുത്തിരിക്കണം. അതാ എന്താ അഭിപ്രായം? ഇത്തവണ ആര് ജയിക്കുന്ന തോന്നുന്നത്? ഇത്തവണ സുരേന്ദ്രനും രാഹുൽ ഗാന്ധിയും ആനി രാജയും മത്സരിക്കുന്നുണ്ട്. കുറച്ച് വോട്ട് പിടിക്കും സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിക്കും. ആര് ജയിക്കാനാണ് സാധ്യത? എന്നാലും പുള്ളി ജയിക്കുമെന്ന് തോന്നുന്നില്ല. വോട്ട് ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. പിന്നെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിക്കാണ് ജയം ഞങ്ങൾ കുറേ ആൾക്കാർ കാണുന്നത്. അതാണ് ചേട്ടൻ്റെ അഭിപ്രായം. നമുക്ക് ഇവിടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവരോട് ചോദിച്ചോക്കാം. ചേട്ടാ, ഇവിടെ വലിയ ട്രെൻഡ് കാണുന്നില്ല എത്ര നേരമായിട്ട്. ഇങ്ങോട്ട് പ്രചാരണം ആളുകളും അനൗൺസ്മെന്റ് പോലും ആരെയും കാണുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഇല്ല ഇക്കാര്യത്തിൽ. കാരണം ആര് ഭരിച്ചാലും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് ആരും തിരിഞ്ഞു നോക്കില്ല. അതിലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ നേരിട്ട് കോഴിക്കോടിലേക്ക് തന്നെ പോകേണ്ടി വരും. മെഡിക്കൽ കോളേജിന് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആര് ഭരിച്ചാൽ കണക്കാം, എല്ലാവർക്കും ഇത് ആവശ്യമുള്ള സാധനമാണല്ലോ. ആരാണ് തവണ ജയിക്കാൻ സാധ്യത? ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം നേടുന്നവരാണ് ജയിക്കാൻ സാധ്യത സ്വാഭാവികമായിട്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് ആര് പ്രവർത്തിക്കുന്നോ അവർക്കാണ് വിജയ സാധ്യത കൂടുതൽ വരുന്നത്. ഇവർ 3 പേരിൽ ആര് ജയിക്കാനാണ് സാധ്യത ചേട്ടൻ നോക്കിയിട്ട്? നമ്മളിപ്പോൾ നോക്കിയിട്ട് 3 സ്ഥാനാർത്ഥി മോശമില്ല, ഭൂരിപക്ഷം കുറവായിരിക്കും. ഏത് പാർട്ടി ജയിച്ചാലും ഭൂരിപക്ഷം വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഒരു ത്രികോണ മത്സരമുണ്ട്, നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റെയിൽവേ ഇല്ല. ഒരു രാത്രി നിരോധനം വന്നിട്ടാണെങ്കിൽ വർഷങ്ങളായി. അതിനൊരു തീരുമാനമാക്കാൻ ഇപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇതുവരെ സഹകരിച്ചില്ല. അപ്പോൾ തന്നെ വൻ സാമ്പത്തികം വെച്ചാളുന്നവരെ ഒരു റെയ്ഡ് വരെ എടുത്തിട്ട് അവർ ആ പൈസ കണ്ടുകെട്ടാനോ അതിന് നടപടികളോ എടുക്കാനോ ഇവിടെയുള്ളവർക്ക് നേതാക്കന്മാരടക്കം അതിന് രംഗത്തേക്ക് വന്നിട്ടില്ല. കാരണം വിനിയോഗിക്കാതെ ഫണ്ടുകൾ ഇരിക്കുന്നതുവരെ കണ്ടെടുക്കാൻ ഒരു മറ്റുള്ള രീതിയിലുള്ള റെയ്ഡുകളല്ലാതെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ റെയ്ഡ് കൊണ്ട് എന്ത് കാര്യമുള്ളത്? പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഉപകാരപ്പെട്ട എന്ന രീതിയിലേക്ക് വരണം ആര് ഭരണത്തിൽ വന്നാലും. അതിനൊന്നും ഇവിടെ എന്താ സംശയം? രാഹുൽ ഗാന്ധി അല്ലാണ്ട് ഇവിടെ ആരും ജയിക്കാൻ വേറെ പോകുന്നില്ല. ആനിരാജ ശക്തമായ കുറേയൊക്കെ വോട്ട് പിടിക്കാം. സുരേന്ദ്രനുണ്ടല്ലോ, പുള്ളിയും കുറേ വോട്ട് പിടിക്കും. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ അവിടെ ജയിക്കാം. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഭൂരിപക്ഷം ഉണ്ടായില്ല, ഏകദേശം ഒരു ഭൂരിപക്ഷം കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മളെ അഭിപ്രായത്തിൽ 2ാം സ്ഥാനത്തേക്ക് BJP പോകുന്നുള്ളതാണ് ചെറിയൊരു അഭിപ്രായം. ഒന്നാമത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെ, സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇവിടെ വികസനം ചെയ്തുകൊണ്ടാണോ? അല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഒരു NP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആരും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നതോടുകൂടി ഒരു ത്രികോണ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഇവിടെ അങ്ങനെ സംഭവമൊന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് MP ആയിരുന്നിട്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്ത് ദുരിതം ഉണ്ടായാലും പുള്ളിക്കാരൻ ഓടി വരുന്നത്. ഇവിടെ ഒരു MP ഇല്ലയെന്ന് പറഞ്ഞ് BJPക്കാർ ഭയങ്കര ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ BJPക്കാർക്ക് മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വന്തം ഒരു ജാതി മാത്രം, വേറൊന്നും വേണ്ട. മറ്റേ അവർ വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും കൂട്ടും. അത് കഴിഞ്ഞ് അവരുടെ പ്രവർത്തനം മുഴുവൻ അവർ മാത്രം മതി, ഒരാൾ മാത്രം, ഹിന്ദു മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് വേണ്ട. മൊത്തം നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണണം. അത് വേണ്ടിയിട്ട് എല്ലാവരും വരുന്നത്. അതിനാണ് ഇന്ത്യ മുന്നണികൾ. അതിന് രാഹുൽ ഗാന്ധിയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി വന്നാലേ കാര്യമുള്ളൂ. എന്താ അഭിപ്രായം? രാഹുൽ ഗാന്ധി ജയിക്കും. 4 ലക്ഷം വോട്ടോളം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കിട്ടും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഏകദേശം അത്ര കിട്ടും. ആനിരാജയും സുരേന്ദ്രനും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ബെൽറ്റാണ്, അത് അവർക്ക് തന്നെ കിട്ടുള്ളൂ. നാട്ടിലോട്ട് നടവയൽ പരിസരത്തെ ഈ ഒരു പ്രയാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നെല്ലിക്കരയിലാണ് നമ്മളുള്ളത്. ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, എല്ലാവരോടും ചോദിക്കാം. ചേട്ടാ, ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ഒരു രാഷ്ട്രീയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നില്ല. ആര് ജയിക്കാനാണ് സാധ്യത? ഒന്നും പറയാനില്ല. വോട്ടുണ്ടോ ഇത്തവണ? വോട്ട് ചെയ്യാറുണ്ടോ? ഇത്തവണ ഇവിടെ ആരാ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വോട്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ആരെയും വന്നിരുന്നോ? ഒന്നും അറിയില്ല. ഓക്കെ, ആര് ജയിച്ചാലും നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള സ്ഥാനാർത്ഥികൾ തന്നെ അല്ലേ? അതാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഇവിടെ കുറച്ചുകൂടെ രാഷ്ട്രീയം പറയുന്ന ആളുകളുണ്ട്. എന്താ ഇത്തവണത്തെ ഒരു ട്രെൻഡ്? ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. കഴിഞ്ഞ തവണത്തെ വികസനം കൊണ്ടാണോ അല്ലെങ്കിൽ വികസനത്തിൻ്റെ അല്ല, അങ്ങനെയാണ് ഇവിടുത്തെ ട്രെൻഡ്. ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്. നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയല്ലേ മൂപ്പരല്ലേ ജയിപ്പിക്കേണ്ടത്. ഇത്തവണ പ്രധാനമന്ത്രിന്റെ കാര്യം പറയുന്നില്ല എന്ന് മറുവശം ഇപ്രാവശ്യത്തെ പറയാൻ പറ്റില്ല. ഭാവി പ്രധാനമന്ത്രി
ആനിരാജയുണ്ട്, കെ സുരേന്ദ്രനുണ്ട്. ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് BJP സുരേന്ദ്രൻ വരും. ചേട്ടൻ്റെ അഭിപ്രായം എന്ത് തോന്നുന്നു? ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കും. 1. 2 മറ്റേ ഈ അനിരാജ വന്നിട്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. കാരണം ഇവിടെ ഒന്നും ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടിയിട്ടില്ല. അപ്പോൾ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും ഉണ്ടെങ്കിൽ പോലും അവർ കൂടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിനൊരു വലിയ പ്രസക്തി ഇല്ല. എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. കെ സുരേന്ദ്രൻ്റെ സുരേന്ദ്രനെ സംബന്ധിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇന്ത്യനെ വേറൊരു രീതിയിലാക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇവിടെ ആര് വന്നാലും വേണ്ടില്ല, വയനാടിൻ്റെ യാത്രാ പ്രസരവും മെഡിക്കൽ കോളേജുമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MP മാരും നമ്മളെ വയനാടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യലില്ല. അത് ഇനിയിപ്പോൾ നിലവിൽ ആര് ജയിച്ചാലും സ്ഥിതി അത് തന്നെ ആവുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആര് ജയിച്ചാലും. നമ്മളിപ്പോൾ ഏതൊക്കെ നാടുകൾ, ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ നിന്നാണ് ഈ ഒരു യാത്ര തുടങ്ങിയത്. ചൂരൽമല, അതുപോലെ തന്നെ വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും പോകുന്നു. ഈ ഒരു സാധാരണക്കാരന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഒന്ന് ആരോഗ്യ മേഖലയിലെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ രാത്രി യാത്ര പോലുള്ള വന്യമൃഗശല്യം. അതിലാണെങ്കിൽ നമുക്ക് രോഗിനെ കൊണ്ട് കോഴിക്കോട് പോകണമെങ്കിൽ തന്നെ നമ്മൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടെ എത്തുകയെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് വെളുപ്പിനായിരിക്കും നമ്മൾ ചുരം കയറിയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബദൽപാതയൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കണ്ടമാനമുണ്ട് എല്ലാ മുന്നണികളും. പക്ഷെ അത് പ്രായോഗികമാവില്ല. ആര് ജയിച്ചാലും ഇനി വരുന്ന ആൾക്കാർ നമ്മളെ നാടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ വേണമെന്ന് മാത്രമേ. വയനാട് ഒരു തുറന്ന ജയിലാണെന്ന് തന്നെ ഏറ്റവും പിന്നൊക്കെ ആയിട്ട് വെറുതെ ഇട്ടിരിക്കുക. ഇലക്ഷൻ്റെ സമയത്ത് മാത്രം രാഷ്ട്രീയക്കാർ വരും, ഏത് പാർട്ടിക്കാരാണെങ്കിലും. അതാണ് ഇവിടെ സ്ഥിതി. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി 5 വർഷം ഭരിച്ചിട്ട് യാത്ര അവരുടെ കാലത്താണ് നിരോധിച്ചത്. കേന്ദ്രവും കർണാടകയും കേരളവും ഭരിക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ എന്ത് നടപടിയെടുത്താലും അവർക്ക് അത് കഴിയില്ല. പിന്നെ മതേതരത്വം ഫെഡറലിസവും നിലനിർത്തണം. അതാണ് നമ്മുടെ അഭിപ്രായം. അതിന് ആനിരാജ ജയിച്ചു വന്നാൽ മണിപ്പൂരിലും പിന്നെ ഹിമാചൽ പ്രദേശിലും പോയി ഒച്ച ഉണ്ടാക്കിയാൽ അവരുടെ കൂടെ നിന്ന് പോരാടാൻ പറ്റിയ ഒരു ആൾ വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ ശക്തമായ മത്സരം തന്നെയാണ്. അത് ഉണ്ട്. ആനിരാജ ജയിക്കണം എന്നുള്ള ഭൂരിപക്ഷം. ഭൂരിപക്ഷം പറയാൻ എനിക്ക് ശക്തമായ മത്സരമാണ്. ശക്തമായ മത്സരമാണ്. ഭൂരിപക്ഷം പറയാൻ പറ്റില്ല. ശക്തമായ മത്സരമാണെന്നാണ് പറയുന്നത്. നമുക്ക് കടയിൽ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഇതിവിടെ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ചേട്ടാ, ആര് ജയിക്കാനാ സാധ്യത? ഒറ്റ വാക്കിൽ പറയൂ. അത് അങ്ങനെ പറയാൻ പറ്റിയല്ല. എന്താ പറയുക, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ തുടങ്ങാൻ. തെരഞ്ഞെടുപ്പ് ആർക്കും ചൂടില്ല. നാട്ടിലേക്ക് ആരും വന്നില്ല. വോട്ട് ചോദിച്ചൊക്കെ വന്നായിരുന്നു ആളുകൾ. വോട്ട് ചോദിച്ചു വന്നു പോയി അവർ. ഓക്കെ ചേട്ടൻ എന്ത് കാര്യം ഓർത്തെടുക്കുന്നുള്ളൂ. നമുക്കിവിടെ കുറച്ച് പേര് കൂടി ഉണ്ട്. നമ്മുടെ നെല്ലിക്കരയിലെ കടയിലുള്ള ചേട്ടന്മാരെ എന്ത് തോന്നുന്നു? ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ഇത്തവണ നമുക്ക് സത്യസന്ധമായിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ സുരേന്ദ്രൻ ജയിക്കുമായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഭാരതത്തിലും നമുക്ക് കേരളത്തിലെ വന്യജീവി മൃഗങ്ങളുടെയും എല്ലാം കാര്യം വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ ജയിച്ചാലേ നമുക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തി വയനാട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കടക്കണി ഇതിൽ നിന്നൊക്കെ മോചനമാണെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ NDA വരണം. ഈ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണല്ലോ. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ സുരേന്ദ്രൻ തന്നെ ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ നാട്ടിലൊരു ട്രെൻഡ് എന്താ? ഇവിടേക്കൊക്കെ അദ്ദേഹം വന്നിരുന്നത് എങ്ങനെയാണ്? ഒരു ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് ജയിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ജയിച്ച് ഭരിച്ചതാണല്ലോ, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് ഈ മാനന്തവാടിയാണെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരെണ്ണം പണിത് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് പേരും അങ്ങനെ. അതുപോലെ വന്യമൃഗങ്ങൾ, അതുപോലെ അനേക കാര്യങ്ങളൊക്കെ. ശരിയാണ്. വയനാട്ടുകാർ കുറേ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നത്തിന് മാറ്റം വരണമെങ്കിൽ BJP വരണം എന്നാണ് പറയുന്നത്. ചേട്ടൻ എന്ന് പറയുന്നത്? സുരേന്ദ്രൻ ജയിക്കണം. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണം. മോഡി അധികാരത്തിൽ വരണം. അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാറ്റം വരും, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അതാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഈ സൈഡിൽ 2 ചേട്ടന്മാരുണ്ട്. ചേട്ടാ, എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ്? എന്ത് തോന്നുന്നു? ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിക്കും എന്നുള്ളതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. ഇത്തവണ ആനിരാജയും ഒപ്പം തന്നെ കെ സുരേന്ദ്രനും എത്തിയോടുകൂടി കുറച്ചുകൂടെ രാഹുൽ ഗാന്ധിക്ക് ഒരു വെല്ലുവിളിയാകും. ഒരു ടൈറ്റ് മത്സരം തന്നെ വരും. അങ്ങനെയൊക്കെയാണ്. എന്ത് തോന്നുന്നു ചേട്ടാ? അതിലൊന്നും തോന്നാനില്ല. അനുരാധയ്ക്ക് ആണ് നമ്മുടെ ഉറപ്പ്. ഞാൻ ആ പാർട്ടിക്കാരനാണ്. തീർച്ചയായും. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം വെച്ചാൽ 6 ലക്ഷം ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക്. 6 ലക്ഷം ഒന്നും ചെയ്യാത്ത മോഡി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ LDF ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിന്. 2 ആൾ ആന ചവിട്ടിക്കൊന്ന്, ഒരാൾ കടുവ പിടിച്ച്, ഒരു വീട്ടിലും പോകാൻ ഇവർക്ക് ആർക്ക് നേരക്കാൻ പേടിയാണ്.
അതാണ് സംഭവം. ആരാ പോയത്? അയാൾ അവിടുന്ന് പറന്ന് വന്ന് എത്തി രാഹുൽ ഗാന്ധി. അതുപോലത്തെ നേതാക്കന്മാരില്ല. 4000 കിലോമീറ്റർ നടന്ന് ഇന്ത്യ മുഴുവൻ. ആരാ വേറെ ഉള്ളത്? ഇതാണ് നമ്മുടെ നെല്ലിക്കരയിൽ നിന്നുള്ള വോട്ടർമാരുടെ വിശേഷങ്ങൾ. നാട്ടിലോട്ട് എന്ന ഈ പ്രോഗ്രാം തുടരുകയാണ്. വയനാടിൻ്റെ മുക്കിലും മൂലയിലും എത്തി വോട്ടർമാരുടെ മനസ്സിലിരിപ്പ്, ജനഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള യാത്ര തുടരും. നടവയലിൽ നിന്നുള്ള യാത്ര നെല്ലിക്കരയിൽ അവസാനിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും ആരംഭിക്കും.